ഹായ് ഒരു വൺ, ഡോക്ടർ ഡാൻ സലീമാണ്. നമ്മുടെ കൂടെ 2 ഗസ്റ്റുകളുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് എൻ്റെ വൈഫ് ഡോക്ടർ റൈസ, പിന്നെ എൻ്റെ ഒരു സുഹൃത്തും അതുപോലെ കസിനുമായിട്ടുള്ള നിയാസ്. ഇപ്പോൾ പണ്ട് താടിക്കാരൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. താടിക്കാരൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് താടി ഉള്ളതുകൊണ്ട് പല ആളുകളും താടിക്കാരൻ്റെ വീഡിയോ കൂടുതൽ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 1 വർഷം മുമ്പ് ഒരു വീഡിയോ ഇതുപോലെ ചെയ്തതാണ്. ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ചോദിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ഷെയർ ചെയ്യാറൊക്കെ ഉണ്ടായി. ഒത്തിരി ആളുകൾ വീണ്ടും വീണ്ടും ചോദ്യം, താടിക്കാരൻ എന്ന് തിരിച്ചു വരും, അതുപോലെ താടിക്കാരനെ കുറിച്ചൊക്കെ ചോദിച്ചു. താടിക്കാരൻ അപ്പം യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്ന് തിരിച്ചെത്തിയേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് സംശയം അതുപോലെ കുറച്ച് പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സംസാരിക്കാം. ഒരു ടൈം, നമുക്ക് നല്ലൊരു ടൈം വേണ്ടി കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്ന് കരുതുന്നു. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ചോദ്യങ്ങളോ. നമ്മൾ കുറെ നാളിന് ശേഷമാണ് കാണുന്നത്. അന്ന് വന്നപ്പം ഇച്ചിരി തിരക്കുണ്ടായിരുന്ന സമയമായിരുന്നു. ഇപ്പം എങ്ങനെ ജീവിതത്തിൽ തിരക്ക് ഒഴിഞ്ഞ് ഇച്ചിരി സമയമൊക്കെ കിട്ടി തുടങ്ങിയോ? തിരക്ക് ഇപ്പോഴും ഉണ്ട്, കാരണം നമ്മൾ സ്ഥാപനം തുടങ്ങിയല്ലോ. അപ്പോൾ ഒരു സ്ഥാപനം ഉള്ളത് കൊണ്ട് തിരക്കുണ്ട്. അപ്പം അവിടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകും. ഒരു 5-5:30-6 മണി വരെ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അത് കൂടാതെ പഠിപ്പിക്കുന്നുണ്ട് പലയിടത്തും, കലീഫ് യൂണിവേഴ്സിറ്റിയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ നോട്ട്സ് ഉണ്ടാക്കാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് ഞാൻ എപ്പോഴും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തിരക്കാണ്, ഇപ്പോഴും അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ഈ തിരക്കിനകത്ത് ശരിക്കും എന്താണ്, നല്ല വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സന്തോഷമാണോ കൂടുതൽ വരുന്നത്, എങ്ങനെയാണ്? അതോ ഇച്ചിരി സ്ട്രെസ് ഉണ്ടോ? സ്ട്രെസ് ഉണ്ട്, പക്ഷെ എന്നാലും മാക്സിമം സ്ട്രെസ് ദേഹത്തിലോട്ട് വരാല്ലേ, ശരീരത്തിലോട്ട് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറില്ലേ? ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹാപ്പിനെസ് ആണ് മെയിനായിട്ട്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് സന്തോഷമുണ്ട്. ഇപ്പം വീഡിയോ ആയാലും പഠിപ്പിക്കുന്നതാണെങ്കിലും ഇപ്പം നമ്മൾ തുടങ്ങിയ ഒരു സ്ഥാപനത്തിലാണെങ്കിലും എല്ലാത്തിലും സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം അതൊക്കെയാണോ ശരിക്കും ഈ നമ്മുടെയൊക്കെ ഈ ഹാപ്പിനെസ് ഇൻഡ്യൂസ് ചെയ്യുന്നു പറയുന്നില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളാണോ ഇതൊക്കെ? ഈ ഹാപ്പിനെസ് ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊന്നുമല്ല. ആക്ച്വലി ഇഷ്ടമുള്ളത് നല്ല മഴയുള്ള സ്ഥലത്ത് ഇങ്ങനെ മഴയൊക്കെ കണ്ടിരിക്കുക, മഴയുടെ സൗണ്ട് കേട്ടോണ്ടിരിക്കുക. ചില സമയം യൂട്യൂബിൽ വെറും റെയിൻ സൗണ്ടും കേട്ടിട്ട് അങ്ങനെ ഇരിക്കുക, അതാണ് ഹാപ്പിനെസ്. പിന്നെ കാട്, ഞാൻ വിചാരിക്കും പണ്ട് ഏതോ ജംഗിളിലായിരുന്നു തോന്നുന്നു. ഫുൾ കാടാണ് ഇഷ്ടം, ഫുൾ റെയിൻ ഫോറസ്റ്റ്, അതാണ് ഐഡിയൽ ഹാപ്പിനെസ് ലൊക്കേഷൻ. അത് പറഞ്ഞ കറക്റ്റാ. രണ്ടും ഇവിടെ അബുദാബിയിൽ ഇല്ലാത്ത സാധനങ്ങളാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്ത് ചോദിക്കണ്ട, എന്ത് ചോദിക്കുമെന്ന് പേടിച്ചിരിക്കുകയാണ് ഞാൻ. അടുത്തത് നമ്മൾ ഈ നേരിട്ട് കാണുമ്പോഴേ നല്ല ഇന്നും ബ്ലാക്കാ. ഈ സ്ഥിരമായിട്ട് എന്ത് ഈ ബ്ലാക്ക് ഇടുന്നതിന്റെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ബുട്ടൻസ് വല്ലതും ഉണ്ടോ? അങ്ങനെയല്ല, പക്ഷേ ഈ നാസ് ഡെയിലി വീഡിയോ നിങ്ങൾ കണ്ടു കാണാം അല്ലേ. നാസ് ഡെയിലി ആക്ച്വലി ഒരു പർട്ടിക്കുലർ ടീഷർട്ടാണ് കണ്ടിന്യൂസ് ഇടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും വിചാരിച്ചു, പണ്ട് ബ്രാൻഡഡ് ഷർട്ട്സ് ഒത്തിരി വാങ്ങിക്കുവാണ്, ബ്രാൻഡഡ് ആയിട്ടുള്ള പാൻസൊക്കെ ഒത്തിരി ഉണ്ടാവും. പക്ഷേ ബ്രാൻഡിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. നമുക്കൊരു കളറിലോട്ടോ സ്റ്റിക്ക് ചെയ്യാനുള്ള കാരണം, മിക്ക പഠിപ്പിക്കുന്ന സ്ഥലത്തും കോൺഫറൻസിലൊക്കെ പോകുന്ന സമയത്ത് ഈ ബ്ലേസർ അല്ലെങ്കിൽ കോട്ട് ഇടണം. അപ്പം വൈറ്റും ബ്ലാക്കും അത് ചേർന്ന് പോകും. വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പ്രയാസമാണ്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ അന്ന് നമ്മൾ ഹോസ്പിറ്റൽ ഡ്യൂട്ടി എടുക്കേണ്ടി വന്നാൽ അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകേണ്ടി വരും. ബ്ലഡ് തെറിച്ച് കഴിഞ്ഞാൽ ബ്ലാക്കാണ് ഏറ്റവും സേഫ് അല്ലേ, സേഫ് ബ്ലാക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ഉള്ളതാണ് ബ്ലാക്ക് ഇടുന്നത്. ബ്ലാക്ക് ഇടുന്ന സമയത്ത് ആ കംഫർട്ടാണ്. പിന്നെ ഒരു ട്രെൻഡായിട്ട് ഇപ്പം അത് ട്രെൻഡായിട്ട് പോയി. എനിക്ക് തോന്നുന്നു 7 ഷർട്ടോ 6 ഷർട്ടോ എന്തോ ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ അത് മാറി മാറി ഇടാറാണുള്ളത്. പക്ഷേ വീഡിയോയിൽ ഞാൻ മാക്സിമം ബ്ലാക്ക് ഇടാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് കാരണം പല ആളുകൾക്കും ബ്ലാക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. അങ്ങനെ കാറും എല്ലാം ബ്ലാക്ക് ആണ്, എല്ലാം ബ്ലാക്ക് ആണ്. ഇപ്പം ബ്ലാക്ക് ആണ്, ഇപ്പം എല്ലാം ബ്ലാക്ക് കളറാണ്. അതന്നെ ഈ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പം ഇവിടെ ഈ അബുദാബിയിൽ പഠിപ്പിക്കുമ്പോഴത്തേക്കും ഈ പല നാഷണാലിറ്റീസ് ആണല്ലോ കൂടെ വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് എങ്ങനെയാണ് ഈ പല നാഷണാലിറ്റീസുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഈ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഈ കംഫർട്ടബിൾ ഇപ്പം ഞാൻ വർക്ക് ചെയ്ത സമയത്ത് പറയാം. ഞാൻ വർക്ക് ചെയ്തപ്പം ഞാൻ UK എന്നുള്ള ആൾക്കാരുണ്ട്, US നിന്ന് ആൾക്കാർ, കാനഡ, പിന്നെ പല രാജ്യത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻസ് ഉണ്ട്, മലയാളികളുണ്ട്. ഇന്ത്യൻസിനകത്ത് തന്നെ പിന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ളവരുണ്ട്. മലയാളികളാരും ആക്ച്വലി എൻ്റെ ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റലില്ല, പക്ഷേ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മലയാളികളായിട്ട്. ഇവിടെ പുറത്തും വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ നാട്ടിൽ ഒത്തിരി ആൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല ഡോക്ടേഴ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളികൾ തന്നെയാണ്. കാരണം അവർ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ പേഷ്യൻസിനോടായാലും ഡീൽ ചെയ്യുന്ന സ്പീഡ് വളരെ ഫാസ്റ്റാണ്. ഡെഡിക്കേഷൻസ് വളരെ കൂടുതലാണ്. നോളജ് വൈസ് നോക്കുവാണെങ്കിൽ UK ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് എനിക്ക് തോന്നിയത് ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ ഒരു ഓർഗനൈസ്ഡ് ആണ്, സ്ട്രക്ചേർഡ് ആണ്. പോയിൻറ്റ്സ് ഒന്നും മിസ്സാവില്ല. അപ്പോൾ അവരൊരു പേഷ്യൻറ്റിനെ നോക്കുന്ന സമയത്ത് ഒരു 15ഓളം സെറ്റ് പോയിൻറ്റ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താണ് അവർ പോകുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ UK ട്രെയിൻഡ് ആയിട്ടുള്ള
മലയാളി ഡോക്ടേഴ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. എങ്ങനെയാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എന്താ ഫീലിംഗ്? യൂഷ്വലി ലൈക്ക് ഡോക്ടേഴ്സ് മാത്രമല്ല സ്റ്റാഫായാലും എൻ്റെ ഫീലിംഗ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ ലാംഗ്വേജായിട്ട് കംഫർട്ടബിൾ ആയത് ഓവറോൾ മലയാളികളുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ നമ്മളൊരു ട്രസ്റ്റ് ഉണ്ട്, അവരും അവരുടെ 100% ചെയ്യും, നമ്മൾ നമ്മുടെ 100% ചെയ്യും. അത് അല്ലാതെ ആൾക്കാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ. വർക്കിംഗ് ഹെൽത്ത് കെയറിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അതൊരു ഹെൽത്ത് കെയർ മാത്രമല്ല ആക്ച്വലി അങ്ങനെ ഉണ്ട്. നീ ഇപ്പോൾ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ് ആക്ച്വലി. ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം. ഇപ്പം എത്ര രാജ്യത്തിൽ പോയിട്ടുണ്ട്? ഞാനിപ്പം 29 കൺട്രീസ് പോയിട്ടുണ്ട്. 29 രാജ്യം. അപ്പോൾ 29 രാജ്യത്തിലെ ഏറ്റവും ഇപ്പം ഇന്ത്യൻസിനെ വിട്ടിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്? ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നേച്ചറും അങ്ങനെ ഓരോരോ സെഗ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ആളുകൾ നമുക്ക് ഹോസ്പിറ്റാലിറ്റി വെച്ചിട്ട് നോക്കുവാണെങ്കിൽ കസാഖിസ്ഥാൻ ആ ഒരു റീജിയൻ നല്ലതാണ്. കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ പോയപ്പോഴത്തേക്കും അവരുടെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കര വെൽക്കമിങ് ആണ്. അത് നമ്മൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് അവർ എന്താ പറയുന്നത്, ഞാനൊക്കെ അവിടെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഫുഡില്ലാതിരുന്ന സമയത്ത്, അതായത് നമ്മൾ കയറുമ്പോഴത്തേക്കും നമുക്ക് അവിടെ റഷ്യനാണ് കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പം അവിടെ ഫുഡില്ലാതിരുന്ന സമയത്തും അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് നമ്മളെ കൂടെ കഴിപ്പിച്ചിട്ടേ അവർ കഴിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ഹോസ്പിറ്റാലിറ്റി വൈസൊക്കെ ഭയങ്കര കെയറിങ്ങും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ആൾക്കാരായിട്ട് തോന്നിയിട്ടുണ്ട്. കാണാനൊക്കെ ഏറ്റവും നല്ല രാജ്യം കാണാനായിട്ട് ഇപ്പം നേച്ചർ നോക്കുവാണെങ്കിൽ നമുക്ക് യൂറോപ്യൻ രാജ്യം, ഓരോ നേച്ചറിനും ഓരോ കൺട്രിക്കും അവരുടേതായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ യൂറോപ്പും ആ ഒരു സൈഡാണ് ഇച്ചിരൂടെ നല്ലത്. ബാക്കി എല്ലാ മൗണ്ടൻസും ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ ഇപ്പം മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ഇതായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഡൗൺ സൗത്ത്, ഇപ്പം നമ്മുടെ സൗത്ത് ആഫ്രിക്കയൊക്കെ പോയാലും നേച്ചർ വൈസ് നല്ല രസമുള്ള രാജ്യങ്ങളാണ് സൗത്ത് ആഫ്രിക്ക. പിന്നെ കെനിയ പോയി കഴിഞ്ഞാലും, കെനിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഫ്രഷ് എയർ, അതായത് യാത്ര ചെയ്തതിനകത്ത് ഈ റിസർവ് ഉണ്ട്, ഫോറസ്റ്റ് റിസർവ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള നാഷണൽ പാർക്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ബ്രീത്ത് ചെയ്യുമ്പോൾ അറിയാം ഇത്രയും ലൈറ്റും ഭയങ്കര ഫ്രഷ്. അത് ഏത് സ്ഥലത്ത് പോയാലും തിക്കിലി ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഭയങ്കര നമുക്ക് ലൈറ്റ് ഭയങ്കര ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതാണ് അത്. ഇപ്പൊ ഈ UK കാര്യം പറഞ്ഞില്ലേ, UK കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പൊ ഈ ട്രെയിനിങ്സും ബാക്കി ഇതിന്റെ. അപ്പൊ ഈ നമ്മൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഞാനും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഡൗട്ടുകൾ ചോദിക്കാറുണ്ടല്ലോ. നമ്മളിപ്പോൾ ചാറ്റ് GPT വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഈ ഡൗട്ടുകൾ ചോദിക്കുമ്പോഴത്തേക്കും ഈ ചാറ്റ് GPT എടുത്ത് ചോദിക്കുന്ന പോലെ ഈ പടപടപടാന്ന് ഇങ്ങനെ ഓർത്തിരിക്കാനായിട്ട് എന്തെങ്കിലും സീക്രട്ട് വല്ലതും ഉണ്ടോ? ഓർത്തിരിക്കാനുള്ള സീക്രട്ട് പഠിപ്പിക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ കാര്യം. ആക്ച്വലി ഞാൻ ഇപ്പം നമ്മൾ കാണാത്ത കേസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ കേസും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ആക്ച്വലി ഒരു റെയർ കേസ് നമ്മളൊരു സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുകയുണ്ടായി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പം ആ ഒരു കേസ് നമുക്ക് ഹോസ്പിറ്റലിൽ വന്നു. അപ്പം ആ പഠിപ്പിച്ച കുട്ടിക്കും നല്ല ഓർമ്മയുണ്ട്, പഠിപ്പിച്ച എനിക്കും അത് നല്ലോണം ഓർമ്മയുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടെ റെസിഡൻസ് കാണും, ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ എമർജൻസി മെഡിസിൻ PG അതായത് MD പഠിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും. 7-8 പേരോളം കാണും. അപ്പോൾ ഇവരോട് എല്ലാ മിനിറ്റും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുകയാണ്. ഓരോ കേസ് വരുമ്പോഴും ആ കേസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ആ കേസ് അല്ലാതെ ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസുകൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇതെൻ്റെ തലയിൽ ഇങ്ങനെ ഉണ്ട്. പിന്നെ അതുപോലെ പലതിനും നിമോണിക് ഉണ്ട്. നിമോണിക്സ് എന്ന് പറഞ്ഞാൽ ഓർക്കാൻ വേണ്ടിയുള്ള ടെക്നിക്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ആക്ച്വലി എന്തോ അങ്ങനെ ഒരു പേരുണ്ട്, എന്നെ നിമോണിക് ഡോക്ടർ എന്നെന്താണ് വിളിക്കുന്നത്. ആക്ച്വലി അത്രമാത്രം നിമോണിക്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം വളരെ പെട്ടെന്നാണ് എനിക്ക് പെട്ടെന്നെല്ലാം ഓർമ്മ വരും. ആ രീതിയിലാണ് ഓർക്കുന്നത്. അല്ലാതെ ഒരു മാജിക്കോ മെമ്മറിയോ ബ്രെയിനിൻ്റെ കഴിവൊന്നും അല്ല, പഠിപ്പിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഓർമ്മയുണ്ടോ. അതുകൊണ്ട് അതൊരു ഭയങ്കര ഇൻഫർമേഷനാണ്. പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല വിവരം കിട്ടും, നല്ല ഓർമ്മയാണ്, നമുക്ക് നല്ലതാണ്, പിള്ളേർക്ക് നല്ലതാണ്, സമൂഹത്തിന് നല്ലതാണ്, അല്ലേ? അപ്പോൾ ഈ യാത്ര ചെയ്യുന്നതുകൊണ്ടുള്ള നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് വല്ലതും ഉണ്ടോ? ഭയങ്കര നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റാണ്. കാരണം ആക്ച്വലി നിങ്ങളുള്ള സ്ഥലത്ത് നമ്മളിപ്പം ഒരേ ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് നമ്മുടെ മൈൻഡ്. ഇപ്പം നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും നമ്മൾ വീട്ടിൽ വരുമ്പം നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റും ആ തോട്ട്സും നമ്മുടെ ബ്രെയിനിൽ എന്തായാലും കാണും. സോ അൺലെസ് ഇത് ഡിസ്കണക്ട് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ വേറൊരു തോട്ട് വരാൻ പറ്റുള്ളൂ ആസ് എ നോർമൽ പേഴ്സൺ. അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ അത്രയും സ്ട്രോങ് ആയിരിക്കണം, മെഡിറ്റേറ്റ് ചെയ്യാനും അങ്ങനെ നിങ്ങളുടെ ബ്രെയിനിനെ ഐസൊലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ സറൗണ്ടിങ് എൻവയൺമെൻറ്റ് മാറിക്കഴിയുമ്പം കുറച്ചെങ്കിലും നമ്മുടെ തോട്ട് പ്രോസസ്സും ഇതും ഒരു സമാധാനവും ഒക്കെ കിട്ടും.
സോ അത് പറഞ്ഞ വളരെ ഒരു അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ, അതായത് മേ ബി ഒരു 7 days 10 days ട്രിപ്പ് വല്ലതും എവിടെയെങ്കിലും നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഫ്രഷ് ആയിരിക്കും. അതെനിക്കൊന്ന് ഡിസ്കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കണം. ശരിയാണ്, കറക്റ്റാണ്. യാത്ര ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്താണ്, സ്ട്രെസ്സ് കുറയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ട്രാവൽ ചെയ്യുക. നമുക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പോയാലും മതി, പക്ഷേ യാത്ര ചെയ്ത് പോവുക. ഒരു പുഴയുടെ തീരത്തോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ പറഞ്ഞതുപോലെ കടലിൻ്റെ തീരത്തോ ഒരു കാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോയി സമാധാനമായിട്ട് കുറച്ച് നേരം ഇരുന്നാൽ തന്നെ, എവിടെയും പോകാൻ പറ്റിയില്ലെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോവുക, പറ്റുന്ന രീതിയിൽ നിങ്ങൾ യാത്ര ചെയ്യുക. അതായിരിക്കും എനിക്ക് തോന്നുന്നു ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിനകത്ത് അവരുടെ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് അതാണോ മെയിൻ റീസൺ, അതോ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? അവിടെ ആ റീജിയനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അവർ ആൾക്കാരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും റീസൺ കാണുമോ അങ്ങനെ? അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവിടെ വർക്ക് ലൈഫ് ബാലൻസ് വളരെ നല്ലതാണ്. കാരണം നമ്മളെപ്പോലെ അത്രമാത്രം വർക്ക് ചെയ്യുന്ന ആളുകളല്ല ബാക്കിയുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ. അത് കൂടാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അവരുടെ ഒരു കൾച്ചറാണ് ആക്ച്വലി. നമുക്ക് ആ വർക്ക് ലൈഫും ബാലൻസ്, അതായത് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണമെന്നുള്ള അവരുടെ ഒരു ജീവിതത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ആൾക്കാരുടെ വിചാരം ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിലും വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെന്ന് പറയുന്നത് ഒരു ഷോർട്ടർ അവേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി നോക്കിയാൽ പ്രൊഡക്ടിവിറ്റി വൈസ് അവരുടെ പ്രൊഡക്ടിവിറ്റിയാണ് നമ്മളെക്കാളും കൂടുതൽ. നമ്മൾ ഈ 8 മണിക്കൂർ 10 മണിക്കൂർ, ഇപ്പം ഞങ്ങൾ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ 12 hour 24 hour ഷിഫ്റ്റൊക്കെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ കാര്യമില്ല. പക്ഷേ അതിൻ്റെ യൂസ് എത്രയാണ്, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ആക്ച്വലി നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ഭയങ്കര കുറവാണ്. അതിനേക്കാളും ഇതുപോലെ അവേഴ്സ്, ഇപ്പം 6 hours ആണെങ്കിൽ കണ്ടിന്യൂസ് ഫോക്കസ് ചെയ്ത് ആ സമയം മാത്രം വർക്ക് ചെയ്താൽ മതി, നമുക്ക് റിസൾട്ട് വരാം. ഇപ്പം ഒരു കമ്പനി ആണെങ്കിലും ഒരു ഹോസ്പിറ്റലാണെങ്കിലും നല്ല എഫേർട്ട് എടുത്ത് എംപ്ലോയീസും ഹാപ്പിയാണ്, അവർ ചെയ്യുന്ന വർക്കിലും ഭയങ്കര പെർഫെക്ഷൻ കാണും. അത് നോക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിലും അതുപോലെ പല സ്ഥലങ്ങളിലും ചെയ്യുന്ന ഈ നെഗറ്റീവ് പബ്ലിസിറ്റി, നെഗറ്റീവ് ന്യൂസ് ശരിക്കും നമ്മുടെ സ്ട്രെസ്സ് കൂട്ടുന്ന ഒരു കാര്യമാണ്. അത് ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 5 വർഷം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര കണ്ടമാനം നെഗറ്റീവ് വാർത്തകൾ, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അത് നമ്മൾ ആക്ച്വലി സ്ട്രെസ്സും നമുക്കതുപോലെ ഹാപ്പിനെസ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റാണ്. അത് ശരിക്കും അതിനെക്കുറിച്ച് നമ്മൾ നല്ലോണം സംസാരിക്കേണ്ടിയുണ്ട്. അത് ശരിക്കും ഇപ്പോഴത്തെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതിനെപ്പറ്റി ഒരു ടോക്ക് നടത്തിയത് നന്നായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ നെഗറ്റീവ് പീപ്പിളിനെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും, അതായത് അധികം സ്ട്രെസ് നമ്മുടെ ഉള്ളിലോട്ട് കയറ്റാതിരിക്കാനായിട്ട് എങ്ങനെയാണ്? നമുക്കിപ്പോൾ ചില ആൾക്കാരെ നമുക്കിപ്പം ലൈഫിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തുമില്ല, പക്ഷേ എന്നാൽ നമുക്ക് അവർ നെഗറ്റീവ് പീപ്പിളാണെന്ന് അറിയാം. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? നെഗറ്റീവ് പീപ്പിൾ എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഗ്രേഡ് തീരുമാനിക്കണം. നെഗറ്റീവ് പീപ്പിൾ നിങ്ങൾക്ക് ഹാം ചെയ്യുന്ന രീതിയിലുള്ള നെഗറ്റീവ് പീപ്പിൾ ആണെങ്കിൽ, അത് നിങ്ങളെ ഹെർട്ട് ചെയ്യുന്ന രീതിയിൽ, അത് ഫിസിക്കലി ആവുമ്പോൾ മെൻ്റലി കണ്ടിന്യൂസ് ആയിട്ട് ഹെർട്ട് ചെയ്യുന്ന നെഗറ്റീവ് പീപ്പിൾ ആണെങ്കിൽ അവർ അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ, അവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയേ പറ്റുള്ളൂ. കാരണം അവർ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ. പക്ഷേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ, നെഗറ്റീവ് പീപ്പിളാണ് പക്ഷേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ നമ്മളതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അല്ലാതെ അവർ മാറ്റാൻ വലിയ പ്രയാസമാണ്. അതുപോലെ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവന്നാൽ ചിലപ്പം, അതായത് ഒരു സ്ഥലം മാറ്റി പുതിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പീപ്പിളിനെയും കുറേയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ അതൊരു വലിയൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനാണ് ആക്ച്വലി, നെഗറ്റീവ് പീപ്പിളിനെ എങ്ങനെ നമ്മൾ മാറ്റിയെടുക്കും എന്നുള്ളത്. പക്ഷെ എന്നാലും ഈ ഒരു കാര്യത്തിലൂടെയാണ് എനിക്ക് തോന്നുന്നത്. വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഹാംഫുൾ ആണെങ്കിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ ഹെൽത്ത് മാറ്റർ ചെയ്യുന്നുണ്ട്. പറ്റുന്നത്ര മാറ്റാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, കുറച്ചായിട്ട്. ഒരാളെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും മാറത്തില്ല. മേ ബി കുറേ നാളെടുത്ത് ചെറിയ ചെറിയ ഡോസിൽ, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ചെറിയ ചെറിയ ഡോസിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു ദിവസം ശരിയാവും. അത് കൊള്ളാം, അതൊരു നല്ലൊരു പോയിന്റാണ്. അത് പറഞ്ഞപ്പോഴാണ് മറ്റേ ഈ ബുക്ക് എടുത്ത എവിടം വരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ബുക്ക് എഴുതുന്നതിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ബുക്ക് ആക്ച്വലി ഇപ്പോൾ പാരൻറ്റിങ് ഒരു ബുക്ക്, അതുപോലെ എമർജൻസി മെഡിസിൻ്റെ ഒരു ബുക്ക്, ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ബുക്ക് എല്ലാം എഴുതി കഴിഞ്ഞു. പക്ഷേ ഇത് നമ്മളത് റീറൈറ്റ് ചെയ്യണം. അതായത് റീറൈറ്റ് ചെയ്യുന്നതും പാരാഫ്രൈസ് ചെയ്യുന്നതെല്ലാം റൈസാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പം തിരക്ക് കാരണം ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. കാരണം എനിക്ക് തോന്നുന്നൊരു പാരൻറ്റിങ് എനിക്ക് തോന്നുന്നു 3 ചാപ്റ്ററോ 4 ചാപ്റ്ററോ ആയിട്ടുള്ളൂ തോന്നുന്നല്ലേ. പക്ഷെ അത് സമയം കിട്ടുന്നില്ല. ഇങ്ങനെ ഈ ബുക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ അതിന് എത്രയൊക്കെ ഫാക്ട് ഉണ്ടെങ്കിലും നമുക്കൊരു ഇൻസ്പിറേഷൻ വേണം. ഒരു സമയം ഇരുന്ന് നമ്മുടെ മൈൻഡിൽ കുറച്ചൊരു ഫ്ലോ ഓഫ് തോട്ട്സ് വരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എഴുതുന്നത്. പക്ഷെ അങ്ങനെ ഒരു തോട്ട് ചിലപ്പോൾ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്ത് നോക്കാം, അങ്ങനെ ഒരു തോട്ട് വരും.
അതെ അതന്നെ ഒരെണ്ണം പ്ലാൻ ചെയ്യണം. തീർക്കാനായിട്ട് ശരിയാണ്. ഈ മഴയും കാടും ഒക്കെ ഉള്ളൊരു സ്ഥലം നോക്കി പിടിച്ചു പോവാം. എന്നിട്ട് അവിടെ പോയി എമർജൻസി മെഡിസിൻ ബുക്ക് തീർക്കാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ യാത്രകൾ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. അതായത് നമ്മളെ ജീവിതത്തിൽ ഇന്ത്യ അല്ലാതെ ഇപ്പോൾ ഇന്ത്യയിൽ യാത്ര ചെയ്യണം. ഇന്ത്യ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തരുന്നൊരു രാജ്യം തന്നെയാണ്. അതല്ലാതെ നമുക്കിപ്പോൾ വേറൊരു രാജ്യം നമ്മൾ കണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള ഡോക്ടറിൻ്റെ അഭിപ്രായം എന്താണ്? അത് യാത്ര ചെയ്തിരിക്കണം. യാത്ര ചെയ്തിരിക്കണം. പിന്നെ കാരണം എന്ന് ഞാൻ നമുക്ക് പിന്നെ ഇപ്പം ഞാൻ MBBS പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഒരു ഇന്ത്യയുടെ പുറത്ത് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു തീസിസ്, എൻ്റെ ഒരു പ്രബന്ധം ആക്ച്വലി ഒരു ജപ്പാൻ്റെ ഒരു കോൺഫറൻസിന് സബ്മിറ്റ് ചെയ്യും, അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഒത്തിരി പാടോട്ടൊക്കെയാണ് പോയത്, കാരണം ആ സമയത്ത് ഇച്ചിരി ഫൈനാൻഷ്യൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാടോട്ട് പോയി. പക്ഷെ അത് ഭയങ്കര വലിയൊരു ഇൻസൈറ്റാണ് തന്നത്. കാരണം വേറൊരു രാജ്യത്തിൽ പോയപ്പോഴത്തേക്ക് അവരുടെ കൺട്രി, ആൾക്കാരെയും അതുപോലെ അവരുടെ ജീവിത രീതി, അവിടുത്തെ വൃത്തി, അവിടുത്തെ പിന്നെ റോഡിൻ്റെ സ്ട്രക്ചർ, ഇതെല്ലാം കണ്ടപ്പം ശരിക്കും ലോകം നമുക്ക് ആക്ച്വലി വളരെ ചെറുതാണെന്ന് കരുതിയത് ആക്ച്വലി ഒത്തിരി വലുതാണ്. വലുതാണ്, ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഒരു ചെറിയ ഇതിലല്ല എന്നൊരു തോന്നൽ എനിക്ക്. പക്ഷെ അതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ യാത്ര ചെയ്യുമ്പം നമ്മൾ കൂടുതലും അവിടെ ചെന്ന് കഴിയുമ്പം അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും അവിടുത്തെ ഒരു കൾച്ചറുമാണ് നമ്മൾ ശരിക്കും നോക്കിക്കണ്ട് പഠിക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ ഫുഡ് നമുക്കിപ്പം അവിടുത്തെ ചിലപ്പോൾ ഫുഡ് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പക്ഷേ എങ്കിലും കഴിവതും അവരുടെ ഫുഡ് കൂടെ ഒന്ന് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യണം. നമ്മൾ അവിടെ ചെന്ന് പുട്ടും കടലയും കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത് ദേവിയത്. അതല്ലേ ശരിയല്ലേ? അതെ 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 അതെ. ഈ അതെ കേൾക്കുമ്പോ എനിക്ക് വേറൊരു അതെയാണ് ഓർമ്മ വരുന്നത്. അതെ ഓക്കെ അതെ. അപ്പൊ എന്തായാലും പ്രശ്നമൊന്നുമില്ലാത്ത ഫുഡാണെങ്കിൽ കഴിക്കാം, എല്ലാം കഴിക്കണമെന്ന് പറയരുത്. അല്ല, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണമെന്നല്ല, നമ്മൾ ഒരു വട്ടം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ അവിടുത്തെ ആൾക്കാർ എന്തുകൊണ്ടാണ് അത് കഴിക്കുന്നതെന്ന്, ചിലപ്പോൾ അവിടുത്തെ ക്ലൈമറ്റിന്റെ ഇതുകൊണ്ട്. എന്താണ് കഴിച്ചിട്ടുള്ളത്? അല്ല, ഇൻസെക്റ്റിനെ കഴിക്കണമെന്നൊന്നും പറയുന്നില്ല. ഇൻസെക്റ്റിനെ ഒന്നും അവിടെ തായ്ലൻഡിലുള്ള അല്ലെങ്കിൽ ചൈനയിലുള്ള ആൾക്കാരൊന്നും എല്ലാ ദിവസവും കഴിക്കുന്നൊന്നും. ഞാൻ ഒക്ടോപസ് കഴിച്ചിട്ടുണ്ട്. ഒക്ടോപസ്, ഈ ക്രോക്കഡൈലിന്റെ ഇതൊക്കെ അവിടെ ആഫ്രിക്കയിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല ടൈപ്പുള്ള സാധനങ്ങളാണ്. ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവരുടെ ഒരു ഡെയിലി റുട്ടീനുമായിട്ട് കഴിക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പം നമ്മൾ ഈ തായ്ലൻഡും ബാക്കിയുള്ള ആ ഒരു ഇന്തോനേഷ്യ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഈ റൈസ് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അവിടെ. അപ്പോൾ ചിലപ്പോൾ അവരുടെ കൾച്ചറുമായിട്ട് അത് റിലേറ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നോക്കുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസം ഇങ്ങനെ ട്രൈ ചെയ്യാം. എല്ലാ ദിവസവും ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അത് ശരിക്കും നമ്മുടെ ഈ ഒരു അഡാപ്റ്റബിലിറ്റിയെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ജപ്പാനിൽ പോയ സമയത്ത് ഈ ഒരു 10 ദിവസത്തോളം ഞാൻ താമസിച്ചു. എനിക്കൊരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. സുഷിയും അതുപോലെ ആ മണമൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മൾ കഴിച്ചു. പിന്നെ അവസാനം ഈ നൂഡിൽസിൻ്റെ ഒക്കെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഇവരുടെ ഈ സോസ് ഒഴിക്കാതെ ആ സാധനം പൊടിച്ച് ചൂടുവെള്ളത്തിയിട്ട് പച്ചയായിട്ട് കഴിച്ചു. പിന്നെ പഴം വാങ്ങിച്ച് കഴിച്ചു. പക്ഷെ പാടായിരുന്നു ആക്ച്വലി അഡ്ജസ്റ്റ് ചെയ്യാൻ. കഴിക്കണമെന്ന് തന്നെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അവരോട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ല, അവരോട് നല്ലോണം പഠിച്ചു. അല്ല, അന്നേരം മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ ആൾക്കാരെ മോൾഡ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒത്തിരി മോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എനിക്ക് വലിയൊരു മാറ്റമായിരുന്നു ആക്ച്വലി. ഞാൻ ആ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എൻ്റെ ഒരു ഉൾക്കാഴ്ച എന്ന് ഞാൻ പറയണം, അത് മാറി കംപ്ലീറ്റ് ആയിട്ട്. അത് പല വ്യക്തികളും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് സന്തോഷമുള്ള ഈ ഇടയ്ക്ക് പറഞ്ഞെന്ന് തോന്നുന്നു. ഒരു രാജ്യത്ത് അത് ശരിയാണ് ആക്ച്വലി, വളരെ കറക്റ്റാണ്. നമ്മളൊരു യാത്ര ചെയ്ത് കഴിയുമ്പം നമ്മുടെ കാഴ്ച തന്നെ മാറും. നമ്മൾ വേറൊരു രീതിയിലായിരിക്കും പിന്നെ ലോകത്തിനെ കാണുന്നത്, ആൾക്കാരെ കാണുന്നത്, നമ്മൾ ഓരോ കാര്യം അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താണ് അതിന് മുമ്പിലുള്ളത് എന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെ നമുക്ക് ഒത്തിരി തുറക്കും യാത്ര ചെയ്ത് കഴിയുമ്പോൾ, അല്ലേ? ജീവിതത്തിൽ സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ, സന്തോഷ് സാറ് പറഞ്ഞിട്ടുള്ള പോലെ സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്. നിങ്ങൾ ചെറുതായിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന നേപ്പാളായിരുന്നാൽ തന്നെ നമുക്ക് പോകാൻ ഭയങ്കര എളുപ്പമാണ്. അതേപോലെ തന്നെ ഇപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെ ഇപ്പം പല രാജ്യത്തിനകത്തും ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പറയുവാണെങ്കിലും കഴിഞ്ഞ ഒരു രണ്ട് വർഷം എനിക്ക് തോന്നുന്നു വേറെ എവിടെയും പോയിട്ടില്ല. കാരണം ഇപ്പോൾ ഇത് ഞാൻ 2-3 വർഷമായിട്ട് എവിടെയും പോയി. എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും ഞാൻ അതിനുശേഷം യാത്ര ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം യാത്ര ഒത്തിരി കോൺഫിഡൻസ് അറ്റൻഡ് ഒത്തിരി കോൺഫിഡൻസ് ആണ്. ഇപ്പം ഭയങ്കര ഒരു തിരക്ക് കൂടിപ്പോയി. കുറയ്ക്കണം. എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഒരു ഓട്ടോ റൺ ആയി തുടങ്ങിക്കൊണ്ട്, ഓട്ടോ റൺ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു യാത്ര ചെയ്യാം. ഉറപ്പായിട്ട് യാത്ര ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. വൈൻഡ് ഓഫ് ചെയ്യാം, ഇനി വിശക്കുന്നു. ബിരിയാണി
അല്ല ഇന്ന് ബിരിയാണി വേണ്ട, നമുക്ക് ഇന്ന് ഫില്ലിയിൽ പോയിട്ട് നമ്മുടെ സാഫ്രോൺ ചായ ഉണ്ട്, ഓക്കെ. അപ്പൊ അതൊരെണ്ണം അടിച്ചോളാം. ഇപ്പൊ എന്തായാലും നല്ലൊരു നമ്മൾ രണ്ടുപേരും മാത്രമേ കഴിക്കുള്ളൂ, ചായ കുടിക്കത്തില്ല. അത് വേണ്ട, നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ആൾ വേണമല്ലോ. ഓക്കെ ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. താങ്ക് യു, ബൈ.